ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 49-50 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 49-50 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വാക്യം അറിയാത്ത ആരും തന്നെ ഇവിടെയില്ല. കാരണം ഇത് മറിയ പറഞ്ഞ വാക്കുകളാണ്. എലിസബത്തിനെക്കുറിച്ചും മറിയെക്കുറിച്ചും. എലിസബത്തിനെക്കുറിച്ചാണ് അന്ന് വിവരിച്ച് പ്രസംഗിച്ചത്. ഇന്ന് മറിയെക്കുറിച്ചുകൂടെ പറയണമെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായ ദൈവനിയോഗം. നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മുടെ ചിന്തകളെയും മനസ്സുകളെയും നമ്മൾ കൊണ്ടുവരാൻ പോവാം. ഇസ്രായേലിയ സ്ത്രീകൾ അവരുടെ അമ്മമാരും അപ്പന്മാരും പറഞ്ഞു കേട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ തലമുറയിൽ ക്രിസ്തു ജനിക്കും, സ്ത്രീയുടെ സന്തതിയായി തന്നെ ജനിക്കും. അത് നിങ്ങളിലും ആകാം. ആ സ്ത്രീകൾ വളരെ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട്, കർത്താവേ നിന്റെ പ്രവൃത്തിക്കായി എന്നെ തിരഞ്ഞെടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ പ്രാർത്ഥനയുടെ മറുപടി മറിയയുടെ ലൈഫിൽ വെളിപ്പെട്ടു വന്നതാണ് ഇവിടുത്തെ ചരിത്ര പശ്ചാത്തലം. അവിടെ അവൾ പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. സ്തോത്രം. എന്നിട്ട് എഴുതിയിരിക്കുക, അവൻ്റെ കരുണ തലമുറ തലമുറയായിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ആ വചനം ധ്യാനിക്കാനായിട്ട് 35-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കണം. വായിച്ചെങ്കിലേ നമുക്ക് ആ വാക്യം നമുക്ക് ഇച്ചിരൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഈ മറിയനടുക്കൽ ദൂതൻ വന്നേച്ച് പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്പനും അമ്മയും ഇട്ട പേര് മറിയെന്ന, പക്ഷെ കർത്താവ് ഇട്ട പേര് കൃപ ലഭിച്ചവളെ എന്ന. സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ കർത്താവ് നിങ്ങളെ ഒരു ഓമന പേരിടണമെന്നൊക്കെ? സ്തോത്രം. അപ്പനും അമ്മയിട്ട പേരിനകത്ത് നിങ്ങൾക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. അപ്പനൊരു പേരിടാൻ പറഞ്ഞാൽ മതി. ചില വീട്ടിലൊക്കെ ചില പിള്ളേർക്ക് പേരുണ്ടെങ്കിലും അപ്പനും അമ്മയും വിളിക്കുന്ന ഓമന പേരുണ്ട്. സ്തോത്രം. പപ്പി മോള്, കുട്ടുമോള്, കുട്ടുമോന്, സ്തോത്രം, മുത്ത്, ചക്കര, ഇങ്ങനെയൊക്കെ. നിങ്ങളാരും കേട്ടിട്ടില്ലാത്ത പോലെ എന്നെ നോക്കുന്നു ഇല്ലേ? ഇതുപോലെ ദൈവം വേദപുസ്തക ചരിത്രത്തിൽ ഒത്തിരി പേരെ ദൈവം ഓമന പേരിട്ടിട്ടുണ്ട്. ദാനിയേലിന്റെ അടുക്കൽ ചെന്ന് പ്രിയ പുരുഷനായ ദൈവയുടെ പേര് പ്രിയ പുരുഷൻ. അപ്പം ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. സ്തോത്രം. അപ്പോൾ അവൾ ചോദിച്ചു, ഇത് എന്തൊരു വന്ദനം? ഇന്ന് വരെ കേൾക്കാത്തൊരു വന്ദനം. അവളോട് പറയുകയാണ്, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അപ്പോൾ അവൾ ചോദിക്കുക, പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ കൊടുക്കാൻ മറുപടി. സ്തോത്രം. അതാ വായിച്ചു കേട്ടത്. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അവിടെ നിൽക്കാൻ പോവാ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൈവത്തിന്റെ പദ്ധതി ഒരു വ്യക്തിമേൽ വെളിപ്പെടുത്തുവാൻ ദൂതൻ പറയാം, നിന്റെ മേൽ ഇതുവരെ ഇല്ലാത്തൊരു നിഴല് ഇപ്പം മുതൽ വരാൻ തുടങ്ങും. ആ നിഴൽ എന്താന്ന് നീ കേട്ടോണം. സ്തോത്രം. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടാൻ തുടങ്ങും. ഞാൻ അല്പനേരം ഒന്ന് നിൽക്കാൻ പോവാ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതി ഒരു വ്യക്തിയിൽ രൂപപ്പെടാൻ തുടങ്ങിയപ്പോൾ ദൈവദൂതൻ ദൂത് കൊടുക്കുക, ഇതുവരെ നിന്റെ മേൽ വീണ നിഴലല്ല, ഇന്നൊരു പുതിയ നിഴൽ നിന്റെ മേൽ വീഴാൻ പോവാ. ആ നിഴലാണ് അത്യുന്നതന്റെ നിഴല്. ഞാനിവിടെ നിന്നോടൊരു ദൂത് പറയാം. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്നെക്കുറിച്ച് കുറിച്ചു വെച്ച ചില കാര്യം നിന്റെ കുടുംബത്തിൽ ഉരുവായി വരാനും, നിന്നിൽ ഉരുവായി വരാനും, നിന്റെ ജനറേഷനിൽ വെളിപ്പെട്ട് വരാനും ഇതുവരെ നിന്റെ മേൽ ഇല്ലാത്തൊരു നിഴല് ഇന്നെൻ്റെ ദൈവം നിന്റെ മേൽ അയക്കട്ടെ. സ്തോത്രം.
അതങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 2-ാം വാക്യം, കാണാതറിയാവുന്ന വാക്യമാണ് പറയുന്നത്. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുകയാണ്. പ്രവാചകൻ ആത്മക്കണ്ണുകളിലൂടെ കാണുക, അന്ധകാരം ഈ ഭൂമിയിൽ പലരെ മൂടിക്കൊണ്ടിരിക്കുക. അന്ധകാരത്തിൻ്റെ നിഴല് പല വീടുകളെ മൂടിക്കൊണ്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത പദം പറയാ, ഭൂമി പാഴായും ശൂന്യമായും തീർന്നു. അടുത്ത വാക്യം കൊണ്ട് ശ്രദ്ധിച്ചേ, ആഴത്തിന്മീതെ. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുക, ഈ ശൂന്യതയുടെ പിമ്പിൽ വേറൊരു ഇരുളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ടാ അല്ലേ? ഈ ഭൂമി കൊള്ളത്തില്ല, പിന്നെ അടുത്തൊരു ഭൂമി ദൈവത്തിനെ ഉണ്ടാക്കിയാൽ പോരായോ? അല്ല, ദൈവം അങ്ങനെയല്ല ചെയ്യുന്നത്. ദൈവം ഉണ്ടാക്കിയതിൽ ശൂന്യത വിതച്ചാൽ അതിനെ വീണ്ടും ദൈവം പുനരുദ്ധരിപ്പിക്കും. ഒരാമീൻ പറഞ്ഞാട്ട് ഹല്ലേലൂയ. എന്തോ ഒരു ചെറിയ ദൈവം ഒരു പ്രവൃത്തി നടക്കാൻ പോവുക. ശൂന്യമായ ചില പ്രതലത്തിൽ ഇതുവരെ നടക്കാത്ത ചില സൃഷ്ടിപ്പ് ഇനി നടക്കാൻ പോവുക. സ്തോത്രം. അതിനർത്ഥം എന്തുവാ? ആരുടെയെങ്കിലും ലൈഫ് ശൂന്യമായി പോയിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുക, നീ കാണാത്ത ആഴത്തിൽ ഒരു ഇരുട്ട് കിടപ്പുണ്ട്. പക്ഷെ നീ ഒരു കാര്യം ഇന്ന് മനസ്സിലാക്കണം, നിന്റെ മീതെ ആത്മാവ് ഇരിപ്പുണ്ട്. ആത്മാവ് വെള്ളത്തിന് മീതെ എന്ത് ചെയ്തു? എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ കണ്ണിന് കാണാത്ത ചില ഇരുള് ആഴത്തിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഇച്ചിരൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ, ഈ എലീശാ പ്രവാചകന്റെ ശുശ്രൂഷ കാലയളവിൽ എലീശാ പ്രവാചകൻ ഇരട്ടി അഭിഷേകത്തിൻ്റെ നിറവ് പ്രാപിച്ചൊരു പട്ടണത്തിൽ വന്നപ്പം പട്ടണക്കാരെല്ലാം കൂടെ എലീശാ പ്രവാചകൻ്റെ അടുക്കൽ വന്നു. സ്തോത്രം. എന്നിട്ട് അവർ പറയുക, സ്തോത്രം, പ്രവാചക, ഞങ്ങളിരിക്കുന്ന പട്ടണം അതിമനോഹരമാണ്, പക്ഷേ ഞങ്ങളുടെ പട്ടണത്തിനൊരു പ്രശ്നമുണ്ട്. ഈ പട്ടണത്തിലെ വെള്ളം കുടിക്കാൻ കൊള്ളുകയില്ല. കുടിച്ചു കഴിഞ്ഞാൽ ഒരു സംഭവം, ഒരു കാര്യമുണ്ടാകും. ഞങ്ങളുടെ വീടുകൾക്കകത്ത് സ്ത്രീകളിൽ ഗർഭനാശം സംഭവിക്കും. അതെന്താ കാര്യം? ഞങ്ങളുടെ കണ്ണിന് കാണാത്ത വെള്ളത്തിൻ്റെ നീരൊഴുക്കിനകത്തൂടെ ഒരു ഇരുട്ടു യാത്ര ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ പട്ടണത്തിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുക. പ്രവാചകന്റെ വാക്ക, ഒരു തളികയിൽ ഉപ്പ് കൊണ്ടുവാ, നിന്റെ കണ്ണിന് മറയുന്ന ഇരുട്ടിനെ ഞാൻ ബ്രേക്ക് ചെയ്യാം. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. എനിക്കിവിടെയും ഒരു ദൂത് സഭയോട് പറയാനുണ്ട്. അനുഭവയോഗ്യമല്ലെന്ന് പറഞ്ഞ പലതും ഈ ദിവസങ്ങൾ അനുഭവയോഗ്യമാകും. നിനക്ക് അനുഭവിക്കാൻ ഭാഗ്യമില്ലെന്ന് പറഞ്ഞ പലതും നിന്നെ കൊണ്ട് ദൈവം അനുഭവിപ്പിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കണ്ണോടിയെത്താത്തിടത്തൂടെ യാത്ര ചെയ്യുന്ന ഇരുട്ടിൻ്റെ വ്യാപാരം നീ അനുഭവിക്കേണ്ട നന്മയോടെ പറ്റിച്ചേർന്ന്, ജീസസ്, നിനക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ നിന്റെ കുടുംബത്തിനകത്ത് നാശം വിതയ്ക്കുന്ന ആ വാക്യം ദൈവദാസി ഒന്ന് വായിച്ചു കേൾപ്പിക്കും. രാജാക്കന്മാരുടെ പുസ്തകം, ദൈവത്തിന് സ്തോത്രം. അനന്തരം ആ പട്ടണക്കാർ, രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവുമാകുന്നെന്ന് പറഞ്ഞു. അതിനവൻ, ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവീനെന്ന് പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്നു അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇരട്ടി അഭിഷേകത്താൽ നിറഞ്ഞ ഞാൻ പഥ്യമാക്കിയിരിക്കുന്നു. ഇനിയും ഇതിനാൽ മരണവും ഗർഭനാശവും ഈ വെള്ളം കുടിച്ച മരിക്കുകയല്ല, ഈ വെള്ളം കുടിച്ചാൽ ഉദരത്തിൽ കിടക്കുന്ന നശിക്കുകയല്ല, ഗർഭനാശവും ഉണ്ടാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞു. അടുത്തത്, എലീശാ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്ന് വരെ പഥ്യമായി, വെള്ളം ഇന്ന് ഈ ദൂത് പറയുന്നിടം വരെ പഥ്യമായിരിക്കുന്നു. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. സ്തോത്രം. നീ അനുഭവിക്കേണ്ടത്, നിന്റെ ദാഹം തീർക്കേണ്ടത്, അതിനോട് പറ്റി മറ്റൊരു ഇരുട്ട് യാത്ര ചെയ്യുക. പ്രവാചകൻ പറയുക, ഇന്ന് ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യും. ഇതുകൊണ്ട് ഇനി നിന്റെ കുടുംബത്തിൽ നാശം ഉണ്ടാകത്തില്ല. ആഴത്തിൽ വ്യാപരിക്കുന്ന ഇരുളിനെ ശ്വാസിച്ചകറ്റുന്ന ദൈവകൃപയുടെ വ്യാപാരം. നിങ്ങൾ ഇച്ചിരി കൂടെ ശ്രദ്ധയോടെ ഈ ദൂത് ശ്രദ്ധിക്കുന്നെങ്കിൽ
ഇവിടെ ഗഹനമായ ചില കാര്യം പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ദൂത് ശ്രദ്ധിച്ചേ, നീ കാണാത്തിടത്ത് ഒരു ഇരുട്ട് യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇരുട്ടിൻ്റെ നിഴൽ യാത്ര ചെയ്യുന്നു. അതാണ് നിന്റെ കുടുംബത്തിലും നിന്റെ വീട്ടിലും വരുത്തിയ നാശം, ശൂന്യത. സ്തോത്രം. രണ്ടാമത്തെ ഒരു ദൂതൂടെ വായിക്കാം. സ്തോത്രം. അപ്പം നിങ്ങൾക്ക് ഇച്ചിരൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് കഴിയും. മത്തായി സുവിശേഷം 4-ാം അധ്യായം 15-ാം വാക്യം. ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും മരണ നിഴലിൽ ഇരിക്കുന്ന ദേശം. വാക്യം വായിച്ചു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഇവിടെ രണ്ടാമത്തെ ദൂതാണ് മരണ നിഴലിൽ ഇരിക്കുന്ന ദേശം. മുമ്പേ വായിച്ചു, ആഴത്തിന്മീതെ ഒരു ഇരുളി നിൽക്കുന്നു. ഇവിടെ പറയുകയാണ് ഒരു ദേശം. മേളിലുണ്ട് സെബൂലൂൻ, നഫ്താലി. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീല. ഇപ്പം വന്ന് കിടക്കുന്ന അത് അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ മരണ നിഴൽ വീണ് കിടക്കുക. നിങ്ങൾ ഇനി എന്നെ ഇച്ചിരി നേരം ഒന്ന് ശ്രദ്ധിക്കണം. 2 സന്ദേശം ഞാൻ പറഞ്ഞു. നിന്റെ കണ്ണിന് മറഞ്ഞ് ഒരു ഇരുളിൻ്റെ നിഴല്. 2, നീ പാർക്കുന്ന ദേശത്ത് ഒരു മരണനിഴല്. യെശയ്യാവ് പറഞ്ഞു, ഞാൻ ആത്മാവിൽ കാണുന്നു, അന്ധകാരം ചില വീടുകളെ കയറി മൂടുന്നുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ദൂത് പറയാം, മറിയേ, അന്ധകാരം മൂടുന്ന ഭൂമിയിൽ, കണ്ണിന് മറിഞ്ഞ് നാശം വിതയ്ക്കുന്ന ഭൂമിയിൽ, മരണം നിഴല് വീണ ഭൂമിയിൽ നിന്റെ മേൽ മറ്റൊരു നിഴല് വീഴാൻ പോവാ. ആ നിഴല് നിന്റെ ചാർച്ചയിൽ ആർക്കുമില്ലാത്തൊരു അനുഗ്രഹം നിന്റെ കുടുംബത്തിൽ വെളിവാകും. തിരിച്ചറിഞ്ഞൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ ചില വീടുകൾക്കകത്തൊക്കെ ഞാൻ ഒരിക്കലൊരു വീട്ടിൽ പോകേണ്ടതായ സാഹചര്യമുണ്ടായി. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിൽ മുഴുവൻ കടബാധ്യതയാണ്. അവരോട് ഞാൻ ചോദിച്ചു, എത്ര രൂപ കടമുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം വരെ 3 കോടിയിലധികം കടമുണ്ട്. എന്നെ പാസ്റ്റർ ഇവിടെ വന്നപ്പോൾ കടമുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം, ഞാൻ പറഞ്ഞു, ഞാൻ ഈ നിങ്ങളുടെ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ ഒരു കാഴ്ച ഞാൻ കണ്ടു. സ്തോത്രം. നിന്റെ സമ്പത്തിനെ തിന്നുന്ന ഒരു ഇരുള് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പരിശ്രമിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ശ്രദ്ധിക്കണം. ഇപ്പം ഞാനൊരു കസേര ഇരുന്നാൽ വീട്ടുകാരൻ എന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിപ്പം ബി അബ്രഹാം പാസ്റ്റർ വീട്ടിൽ ചെന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹം എന്നോട്. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ തത്രപ്പാട് കാണിക്കുക. പോയില്ല. ഇതുപോലെ ഞാനൊരു കാഴ്ച കണ്ടു. ഞാൻ ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരു ഇരുട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തത്രപ്പാട് കാണിക്കുക. എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു, ഈ ഇരുള് ഈ വീട്ടിൻ്റെ നന്മയെ തിന്നുകളയുന്ന ഇരുളാണ്. ഞാൻ അവരോട് പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാനൊരു ആത്മീക വെളിപ്പാടിലോട്ടാണ് വരുന്നത്. ഇന്ന് ചില വീടുകളുടെ മേൽ കിടക്കുന്ന അരുതാത്ത നിഴലൊക്കെ ഇന്ന് മാറണം. നിന്റെ സാമ്പത്തികമാകാം, ആരോഗ്യമാകാം. യേശുവിൻ്റെ നാമത്തിൽ വചന വെളിപ്പാടിലോട്ട് വരാൻ പോവാ. നിന്നെ ഗതി പിടിപ്പിക്കാത്ത ആ നിഴല് നിന്റെ അനുവാദമില്ലാതെ എപ്പോഴും ഓർക്കണം, ശ്രദ്ധിക്കണം. ചില വെയിലുള്ള സമയത്ത് കണ്ടിട്ടില്ലയോ, ഒരാൾ നിൽക്കുമ്പോഴാണ് അയാൾക്കൊരു നിഴലുള്ളത്, അല്ലേ? ഈ മനസ്സിലാകാനേ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയിട്ടുണ്ടോ? ഈ കഴിഞ്ഞ വർഷം പോയ ആരെങ്കിലും ഉണ്ട്? കൈപൊക്കിക്ക്. നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് ഒരു തണലും ഇല്ലാത്ത സ്ഥലമാണ്. പോയിട്ടുള്ളവർക്കറിയാം. പിന്നെ എങ്ങാനും അവർ തൂണ് നിൽപ്പുണ്ടേ, ആ തൂണിനോട് കയറി ഇങ്ങനെ നിൽക്കും. ഒരിലയോ ചിലപ്പോൾ ഒരു വട്ടയോ ഏതെങ്കിലും ഒന്നിൻ്റെ ഇലയായിരിക്കും. കാറ്റാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാടോ ആടുന്നേ, മേളിൽ നിൽക്കുന്ന പുള്ളി സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് ആടുന്നതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം നിഴലിന് പിമ്പിൽ ഒന്നീ ഒരു വ്യക്തിയുണ്ട്, അല്ലേ ഒരു ശക്തിയുണ്ട്. സ്തോത്രം. മറിയോട് പറയാം, മറിയേ, നിന്റെ കൂടാരത്തിനകത്തൊരു പ്രവൃത്തി ഞാൻ വെളിപ്പെടുത്താൻ പോവാ. ആദ്യ പടി നിന്റെ മേലൊരു നിഴല് വീഴും. ഒരാമീൻ വരുന്നില്ല. ഇന്ന് വിട്ടിരിക്കുന്ന ചില ദൈവമക്കളോട് പറയുക, ഇന്നും നിന്നെ വെറുതെ വിടത്തില്ല. ഇന്നലകളിൽ നിന്റെ മേൽ മൂടിയ നിഴലുകൾ ഇന്നുകളിൽ നിന്നിൽ നിന്ന് അഴിഞ്ഞു മാറിയിട്ട്
ദൂതൻ സ്വർഗത്തിൽ നിന്ന് പറയുക, നിന്റെ മേൽ മറ്റൊരു നിഴല് ഇതുവരെ പുറത്തു വരാത്തത് എന്തോ നിന്നിൽ നിന്ന് പുറത്തു വരുക യേശുവിൻ്റെ നാമത്തിൽ. ഈ ദിവസങ്ങളിൽ ചിലത് നിന്നിൽ ഉരുവാകാൻ പോവുക. നിന്റെ വഴി പുറത്തു വരാൻ പോവുക. നിന്നിൽ നിന്ന് മുള പൊട്ടാൻ പോവുക. നിന്നിൽ നിന്ന് നിന്നെ മാത്രമാണ് ഇന്ന് നീ പിടിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ നീ കേൾക്കാൻ പോകുന്ന വാർത്ത, ഒരു നിഴൽ എൻ്റെ മേൽ വീണിട്ടുണ്ട്. ചിലരുടെ ശുശ്രൂഷ മാറാൻ പോവുക. ദൈവത്തിൻ്റെ നിഴൽ നിന്റെ മേൽ വീണിരിക്കുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഇച്ചിരൂടെ ഗഹനമായി പറയാം, ചുരുക്കി പറയാം. ഞാൻ ആ വീട്ടിൽ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് കുറച്ചു നേരം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ കണ്ടു, ആ വീടിൻ്റെ നന്മകളെ കാർന്നു തിന്ന ദുഷ്ടശക്തി ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്ന പോലെ പ്രാർത്ഥനയുടെ പായ വന്നു നിന്നു. സ്തോത്രം. അന്നത്തെ ശുശ്രൂഷയിൽ ആ ദുഷ്ടശക്തി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവരെന്നെ കണ്ടപ്പോൾ പറയാ, പാസ്റ്ററേ, എങ്ങനെ അറിയുന്നിടത്തില്ല, കടമൊക്കെ വീട്ടാനുള്ള വഴികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. മിണ്ടുന്നില്ല. ആയുസ് മിണ്ടാത്ത കസിനൊക്കെ വന്ന് ചോദിക്കുക, നീ ഇങ്ങനെ കടവിട്ടുകൊണ്ട് നടക്കുന്നത് എന്തിനാടാ? എനിക്ക് കുറച്ച് പൈസ കടപ്പുണ്ട്, നിനക്ക് തരാം, പിന്നെ ഉള്ളപ്പോൾ തന്നാൽ മതി. ഒരു കസിൻ തന്നു കടം വീടി, അടുത്ത ബ്രദർ തന്നു കടം വീടി. ചുരുക്കി പറയാം ബ്രദറെ, ഇപ്പം 50 ലക്ഷത്തിൽ താഴെ കടവേ ഉള്ളൂ. ചോദ്യം ഞാൻ ചോദിച്ചു, ഇത്രയും നാൾ ഈ കസിൻസ് ഇത്രയും നാൾ കണ്ടാ മിണ്ടത്തില്ലായിരുന്നു, ഈയിടെ തൊട്ട് മിണ്ടുക. എന്നാ നിന്റെ വീട്ടിൽ ചിത്തിരിപ്പുണ്ടാക്കുന്ന പുള്ളി ഇറങ്ങിപ്പോയി. നിന്നെ രോഗിയാക്കുന്ന ശക്തി ഇറങ്ങിപ്പോകണം. നിന്റെ കുടുംബത്തിൽ മാനസിക യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില് ഇന്നിവിടെ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ നിന്റെ മേൽ ആത്മാവിൻ്റെ നിഴല് വീഴണം. കർത്താവ് ഒരിക്കല്, നിങ്ങൾക്കത് മനസ്സിലാകാനായിട്ട് പറയാം, കർത്താവ് ഒരിക്കല് ശിഷ്യന്മാര് 3 പേരെയും വിളിച്ചുകൊണ്ട് മറുരൂപ മലയുടെ നെറുകയിലേക്ക് കയറിപ്പോയച്ച് അവരുടെ മുമ്പിൽ ഒന്ന് രൂപാന്തരപ്പെട്ട് കർത്താവ് ഭൂമിയിൽ ഒരലക്കുകാരനും അലക്ക് വെളുപ്പിക്കാൻ കഴിയാത്ത ഒരു വലിയ തേജസ്സിൽ കർത്താവ് ഒന്ന് മിന്നിക്കൊണ്ടിരിക്കുമ്പം 17-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം, മിന്നിയപ്പം ഇവര് പറഞ്ഞു, മിന്നിയപ്പോൾ ഒരു കാഴ്ച ഉണ്ടായി. മോശയും ഏലിയാവും ഇവരോട് സംഭാഷിക്കാൻ തുടങ്ങി. അമ്മ ശ്രദ്ധിക്കണം, ദൈവവുമായിട്ടുള്ള സമ്മേളനം നടക്കുക. സ്തോത്രം. ഉടനെ പത്രോസ് പറഞ്ഞു, കർത്താവേ, അങ്ങനാണ് ഇനിയും താഴോട്ട് പോകാൻ പ്ലാനില്ല. ഇവിടെ നമുക്ക്. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. ദൈവസാന്നിധ്യം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ ദൈവത്തെ വിട്ടു പോകുകയില്ല. ഇടമിണ്ടുന്നില്ല. സ്തോത്രം. കർത്താവേ, നിനക്ക് സമ്മതമാണ്, ഞാൻ ഇവിടെ നമ്മൾ ഇനി താപ്പോട്ട് പോകുന്നില്ല. കായലോരത്ത് ആ വീട് വെക്കണമെന്ന് പത്രോസ് വിചാരിച്ചേ. ഇപ്പൊ പറയാ, വീടും വേണ്ട, കായലോരവും വേണ്ട, പർവ്വതത്തിന്റെ മുകളിൽ മതി വീട്. അപ്പം സ്തോത്രം, വീട് വെച്ചിട്ട് പത്രോസിനെ വീട് പൗത്തു കൊടുക്കുക. കേട്ടോ. കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്ന നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. 3 വീട് ഞാൻ ഉണ്ടാക്കാം. കാശൊന്നും വേണ്ട, ഞാൻ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന് എന്ന് പറഞ്ഞു. നിന്റേതോ? എനിക്ക് വീട് വേണ്ട, വെളിയിൽ കിടന്നോളാം. ആ സാന്നിധ്യം കണ്ട വീടിന് വെളിയിൽ കിടക്കുന്നതിന് അത്ര മനോഹരമാ. വൈര് അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം. പത്രോസ് യേശുവിനോട് പറയുമ്പം പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. അവരുടെ മേൽ വന്ന് നിഴലിടാൻ തുടങ്ങി. അവര് നോക്കിയപ്പോ ഒരു കാഴ്ച, ഇതുവരെ ഇല്ലാത്ത ഒരു നിഴല് ഞങ്ങളുടെ മേലോട്ട് വരാൻ തുടങ്ങി. അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോ ഇല്ലാത്ത നിഴല്, കുഷ്ഠരോഗി സൗഖ്യമായപ്പോ ഉണ്ടാകാത്ത നിഴല്, മരിച്ചവൻ ഉയർത്തപ്പോൾ ഉണ്ടാകാത്ത നിഴല് ആ മലയുടെ മുകളിൽ വെച്ച് ഞങ്ങളുടെ മേൽ വന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, ഇന്ന് ഈ ആരാധന കണ്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ മേൽ ഇതുവരെ വെളിപ്പെടാത്തൊരു ദൈവിക നിഴല് യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിൽ എന്തോ നടക്കാൻ പോവുക. ആരും കേൾക്കാത്തത് നീ കേൾക്കും, ആരും കാണാത്തത് നീ കാണും, ആരിലും ഉരുവാകാത്ത ചില നന്മകൾ നിന്നിൽ ഉരുവാകും. ഇത് ദൈവത്തിന്റെ സമയമാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഞാൻ ഒരു വെളിപ്പാടൂടെ പറയാം. ഇന്ന് ദൈവദൂതന്മാർ യോഗത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവരൊരു ശുശ്രൂഷ ചെയ്യാൻ പോവുക. നിന്റെ കൂടാരത്തിനകത്ത് ആത്മീയ അന്തരീക്ഷം കെടുത്തുന്ന ചില നിഴലുകളെ ഇന്ന് വെട്ടിക്കളയും. തമ്മി വാക്കു ചേരാതെ എന്നും ഭിന്നതയെ അടിച്ചുവിടുന്ന
ആത്മീകതയെ തകർക്കുന്ന, ഇനി എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്ന ആ ദുരാത്മാവിന്റെ നിഴലിനെ ദൈവം ശാസിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. സ്തോത്രം. അമ്മ പെട്ടെന്ന് ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. സ്തോത്രം. ആമി. എന്നിട്ട് അടുത്തോടെ വായിച്ചേ. മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. പിന്നെ ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ് വീണു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇതുവരെ അവരുടെ ലൈഫിൽ ഉണ്ടാകത്തൊരു കാര്യം. സ്തോത്രം. ആമി. ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. അടുത്ത പദം കേട്ടോ, ഒരു ശബ്ദം അവർ കേൾക്കുക. ഒരു ദൂതൂടെ ഞാൻ പറയാം. നിന്റെ വീട്ടിൽ ഇന്നലകളിൽ കേട്ട ശബ്ദത്തിന്റെ പിമ്പിൽ ഒരു പൈശാചികത്വം ഉണ്ടെങ്കിൽ ഇന്നത് പൊട്ടണം. യേശുവിൻ്റെ നാമത്തിൽ. ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുക. നിങ്ങൾ എന്നോട് അത് എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരിക്കൽ സ്തോത്രം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ ആ വീട്ടിലുള്ളവർ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവരാണ്. അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ വന്നത് ഉപകാരമായി. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ കാര്യം സംസാരിക്കുമ്പം, വാ തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ നാക്ക് മേലെണ്ണാക്കെ ചെന്ന് മുട്ടും. സുഖമാണോ? അങ്ങനല്ലേ നമ്മുടെ നാക്ക് സംസാരിക്കുമ്പോഴേ. പക്ഷെ ഞാൻ ഈ പുള്ളി ഇങ്ങനെ സംസാരിക്കുമ്പോൾ കാണുക, ഈ പുള്ളിയുടെ നാക്കല്ല, ആ സ്ഥാനത്ത് ഒരു പാമ്പാ. അപ്പം എനിക്ക് പുള്ളിയോടൊന്നും മിണ്ടാനും പറ്റുന്നില്ല. ഞാൻ കസാര ഇച്ചിരൂടെ നീക്കിയിട്ടിരുന്നു. സ്തോത്രം. അച്ഛാണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അച്ഛാണ്ട് പറഞ്ഞു, അച്ഛായ എത്ര വയസ്സുണ്ട്? 71 വയസ്സുണ്ട്. ഞാൻ പറഞ്ഞു, നാക്കേൽ ഒരു പാമ്പുണ്ടല്ലോ. അമ്മാമ്മ പറയാ, ഞാൻ പറയാഞ്ഞിരിക്കുമായിരുന്നു. അതെന്നാ? ഈ അച്ചായം വിളിക്കുന്ന ചീത്ത കേട്ട എൻ്റെ പൊന്ന് പാസ്റ്റേ, 7 ആറ്റി കുളിച്ചാൽ തീരാത്ത, മലയാളത്തിൽ ഇത്രയും ഇഷായും ഇന്നായും ഇറായും ഒക്കെ ഉണ്ടോന്ന് അച്ഛനോട് ചോദിച്ചാൽ മതി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ പറഞ്ഞ അച്ഛാ സ്വയല്ല, അച്ഛൻ്റെ ദേഹത്ത് ഒരു ഐറ്റം ഉണ്ട്. ചുരുക്കി ഞാൻ പറയാം, ആ മോനും മോളും കൂടെ, ആ അദ്ദേഹത്തിൻ്റെ മൂത്ത മോനും ഭാര്യയും കൂടെ ഞങ്ങൾക്ക് ചുറ്റും വന്നിരുന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, സ്തോത്രം, ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും വൈകിട്ട് ചീത്ത വിളിയാ. ഞങ്ങളുടെ അച്ഛൻ എന്തോരം നല്ല അച്ഛൻ, ചില സമയത്ത് ഈ അച്ഛനങ്ങ് ഇളകും. ഞാൻ വലിയൊരു കാര്യത്തിലും കൂടെ മനസ്സിനെ കൊണ്ടിരുന്നേ. എൻ്റെ പാസ്റ്ററെ, കുറേ നാളായിട്ട് ഈ വീട്ടിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും പൈശാചികത്വം മാത്രമാണ്. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആ മനുഷ്യൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ആ മനുഷ്യൻ്റെ നാക്കിൽ നിന്ന് ഒരു ദുഷ്ടശക്തി ഇറങ്ങിപ്പോകുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്നെ മുഴുവൻ ദൈവസാന്നിധ്യം പൊതിയാൻ പോവായിരുന്നു. നിന്നിൽ ഒരു വെള്ള പേപ്പറിൽ ഒരു പേന കൊണ്ട് ഒരു കുത്തിടുന്ന പോലും നിന്നിൽ ആ സാത്താന്യ പോരാട്ടം പാടില്ല. മനസ്സിലാക്കി തരിക. ഞാൻ ചില അനുഭവങ്ങൾ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിലർ ഇന്ന് ഈ ദൂത് കേൾക്കുന്നുണ്ട്. സ്തോത്രം. എന്നും ഭിന്നതയുണ്ടാക്കുന്ന, എന്നും ഈ സാത്താൻ വലിയ തന്ത്രശാലിയുണ്ട്. വഴക്കുണ്ടാക്കുന്ന ആൾ പറയും, ശത്രു പ്രവർത്തിച്ചതാ പോട്ടെന്ന്. എന്തുവാ ശത്രു? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതൊരു വലിയ തന്ത്രമാണ്. സ്തോത്രം. പോട്ടെ, ഞാൻ ആ ഭാഗം പറഞ്ഞു നിങ്ങളെ ഒത്തിരി വിഷമിപ്പിക്കുന്നില്ല. ഒരു ഭാഗം നിങ്ങൾ ഓർക്കണം. ഈ ദൂത് പറയുമ്പോൾ നിങ്ങളുടെ വീടിനെ എന്നും നിന്നെ രോഗിയാക്കുന്ന, എന്നും നിന്നെ കടക്കാരിയാക്കുന്ന, എന്നും നിന്റെ കുടുംബത്തെ ഭിന്നത വിടുന്ന, കുഞ്ഞുങ്ങളിൽ നിന്നൊരു നന്മ അനുഭവിക്കാൻ കഴിയാത്ത ഏതോ ഒരു അന്ധകാരം കയറി വരിഞ്ഞു മുറുക്കുന്നുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുക, ഇന്ന് ആ മേഖല പൊട്ടും. അഭിഷേകമുള്ള ഏലീശാമാർ എഴുന്നേക്കാൻ പോവുക. നിന്റെ വീടിനകത്ത് പ്രവാചകനായ യെശയ്യാവ് ജനത്തോട് പറയുന്നൊരു ദൂത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കണം. സ്തോത്രം. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള ഒരു വാൾ പോലെയാക്കിയച്ച് തന്റെ കൈയുടെ ദൈവത്തിന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. നിന്നെ അവൻ ഒളിപ്പിച്ചു വെക്കും. ഒരാമയും വരുന്നില്ല. എന്നോട് ദൈവാത്മാവ് പറയുക, ദൈവത്തിന് സ്തോത്രം. ചിലരൊക്കെ മിണ്ടുമ്പം നീ മിണ്ടാതെ, ചിലരൊക്കെ വായിട്ടലയ്ക്കുമ്പോൾ നീ വായിട്ടലയ്ക്കാൻ ഇരിക്കുന്നതിന്റെ കാരണം നിന്റെ വാ പ്രയോജനമുള്ള വായ. ഒരാമയും വരുന്നില്ല. ചില അന്ധകാരത്തിന് അതിരു വരയ്ക്കാൻ നിന്റെ വാ ദൈവത്തിന് വേണം.
ചില ദുരാത്മാക്കളെ ശാസിക്കാൻ നിന്റെ അധരം ദൈവത്തിന് വേണം. ദൈവം പറയാ, ഞാൻ അവനെ എൻ്റെ കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചു വെക്കുന്ന ദൈവമാ. ഇവിടെ ഇരിക്കുന്ന ആരാധിക്കുന്ന ചിലരോട് ആ ദൂത്, നിന്റെ മേൽ ഈ നിഴല് കിടപ്പുണ്ട്. ദൈവത്തിന്റെ നിഴലിന് പിറകിൽ ആളുണ്ട്. ശ്രദ്ധിച്ചേ, എൻ്റെ കൈ കാണിക്കുമ്പോൾ അതിനവിടെ ഒരു നിഴല് വരുന്നുണ്ടെങ്കിൽ ആ നിഴലിന് പിമ്പിൽ ഒരു കൈയുണ്ട്. ദൈവം പറയാ, ഞാൻ നിന്നെ എൻ്റെ കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചു വെക്കാം. നിന്നെ മിനുക്കി അമ്പാക്കി എൻ്റെ പൂണിക്കകത്ത് മറച്ചിടാം. എന്തിന്? ആവശ്യം വരുമ്പോൾ നിന്റെ വായെ ഞാൻ കയ്യിലെടുക്കും. ഓ, യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുക, നിന്റെ മേലൊരു നിഴല് വീണേ പറ്റൂ. മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് 120 പേര് കയറിയിരുന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തിറങ്ങിയപ്പം സ്തോത്രം, ഒരു ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകൾ ഓരോരുത്തവനെ മേൽ പതിഞ്ഞു. 5-ാം അധ്യായത്തിൽ വരുമ്പം പത്രോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ നടന്നു പോകുമ്പോൾ കൈ വെക്കണ്ട, കൈ തൊടണ്ട, അവൻ്റെ നിഴല് ഒരു രോഗിയുടെ മേൽ തട്ടിയവനെല്ലാം ഹീലായിട്ടുണ്ട്. ഓ, ദൈവ സാന്നിധ്യം വഹിക്കാൻ ചിലരെ വേണം. നീ ഒരു ദേശത്തൂടെ നടന്നു പോകുമ്പോൾ ആ ദേശത്തിലെ അന്ധകാര ശക്തികൾ നിന്റെ നിഴലടിക്കുമ്പോൾ, ഓ, യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഇന്ന് ആദ്യത്തെ ദൂത് മനസ്സിലോട്ട് കയറ്റിക്ക്. ദൈവം നിന്റെ മേൽ നിഴലിടുകയാ. ഓ, ഹല്ലേലൂയ. നിന്റെ വീടിൻ്റെ അന്തരീക്ഷം മാറാൻ പോകുന്നു. ഒരിക്കലും നടക്കത്തില്ലെന്ന് നീ പറഞ്ഞ ചില വിഷയം ഈ ദിവസങ്ങളിൽ നടക്കും. കാരണം ദൈവത്തിൻ്റെ മേഘം നിന്റെ മേൽ നിഴലിടുക. ഇതെന്തൊരു അത്ഭുതമെന്ന് പറയത്തക്കവണ്ണം ദൈവം ഇറങ്ങി വരുന്ന കാഴ്ച എനിക്ക് പ്രാർത്ഥനയിൽ കാണാം. 2-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. 57-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, അതിനകത്തൊരു നിഴല് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ചിറകിൻ്റെ നിഴല്. എന്തുവാ? ദൈവത്തിൻ്റെ ചിറകിൻ്റെ 57-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, കൃപയുണ്ടാകണേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, ഈ ആപത്ത് ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. നിന്റെ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ദൈവത്തിന് സ്തോത്രം. ചിലര് വരുമ്പം ചിലരെ കുറിച്ച് കാണുന്ന കാഴ്ച, അവരുടെ തലയ്ക്ക് മുകളിൽ ഒരു ചിറക് നിൽക്കുക. ദൈവത്തിൻ്റെ ചിറകിൻ്റെ നിഴല്. വേണ്ടേ? നല്ല ബോവസ് കളത്തിലിറങ്ങി ചെല്ലുമ്പം രൂത്തെന്ന് പറയുന്ന ഒരു പെങ്കൊച്ച് കളത്തിൽ പറക്കിയ പാത്രവും കൊണ്ട് നിവർന്ന് നിന്ന് കൈകൂപ്പിയപ്പം, ബോവസിന്റെ വാക്ക് കേട്ടോ, ഇസ്രായേലിൻ്റെ ചിറകിൻ്റെ കീഴിൽ ആശ്രയിച്ചു വന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം തരട്ടെ. പച്ച മലയാളം എടി പെങ്കൊച്ചെ, നീ പേടിക്കണ്ടാടി. നീ മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത മനുഷ്യർ നിന്നെ അനാഥയെന്നും വിധവയെന്നും പേര് വിളിക്കുമ്പോൾ ഞാൻ കാണുന്നു, നീ അനാഥയല്ല, നീ വിധവയല്ല, നിന്റെ മേളില് ഒരു ചിറക് വിരിച്ചു നിൽക്കുന്നു. ഓ, യേശുവിൻ്റെ നാമത്തില് എന്നോട് ദൈവാത്മാ പറയാ, ചിലര് രക്ഷപ്പെടാൻ സമയമായി, ചിലരുടെ കരച്ചിൽ തീരാൻ സമയമായി. വീട്ടുകാരെ പേടിച്ച്, നാട്ടുകാരെ പേടിച്ച്, ബാല്യക്കാരെ പേടിച്ച് നാടും വീടും വിട്ടൊരു പെങ്കൊച്ചിറങ്ങിത്തിരിക്കുക. അവളോട് അമ്മായിയമ്മ പറഞ്ഞു, മോളെ പറക്കാൻ പൊക്കോ. ഓരോ വയലിൽ ചെല്ലുമ്പോഴും വയലിൻ്റെ നേതാക്കന്മാർ പറയും, നോ, ഇറങ്ങാൻ പാടില്ല. ഒരു വയലിൽ ചെന്നപ്പോൾ ആളില്ല. ആരോടും ചോദിക്കാതെ ചാടി വയലിലിറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഓരോന്നോരോന്ന് പറക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പറക്കിക്കൊണ്ടിരിക്കുമ്പം സ്തോത്രം, ബോവസ് രംഗത്ത് വരിക. ബോവസ് വന്നേച്ച് പറയുകയാണ്, സ്തോത്രം, നീ നിന്റെ അമ്മായിയമ്മയ്ക്ക് ചെയ്തല്ല നാട്ടിപ്പാട്ടാ, പക്ഷെ നാട്ടിക്കട്ട പാട്ടിനേക്കാൾ വലിയ കാഴ്ച ഞാൻ കാണുന്നു. നീ ഒരു ചിറകിന്റെ കീഴിലാണ്. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യണം. ഇന്നെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, നീ ഗതി പിടിക്കത്തില്ലെന്ന് നാടെല്ലാം വിധി പറഞ്ഞാലും അമ്മായിയമ്മ മരുമോളും കൂടെ കൈപിടിച്ചു പോകുമ്പം നാട്ടുകാരും വീട്ടുകാരും ദേശക്കാരും ചോദിച്ചു, ഇവരെങ്ങനെ രക്ഷപ്പെടാനാ? അവള് പറഞ്ഞു, എന്നെ നവോമി എന്ന് വിളിക്കല്ലേ, മാറ എന്ന് വിളിച്ച് സ്വയം ആഹാരം വെച്ച് കഴിക്കാൻ പോലും കഴിയാതെ സങ്കടപ്പെട്ടിരുന്നവളെ കുറിച്ച് പറയുക, ഞാൻ കാണുന്നടി നിന്റെ മുകളിൽ ഒരു ചിറകുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ തലയ്ക്ക് മുകളിൽ മന്ത്രവാദമല്ല നിൽക്കുന്നത്, നിന്റെ തലയ്ക്ക് മുമ്പിൽ ദുഷ്ടശക്തി. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. അസാധാരണ ദൈവ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ.
നിന്റെ ചരിത്രം നീട്ടുന്നൊരു ദൈവപ്രവൃത്തി ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് യേശുവിൻ്റെ നാമത്തിൽ ചില വീടുകൾക്കകത്ത് വ്യാപരിക്കുന്ന അന്ധകാരത്തെ ശാസിക്കുക. ഇനിയും നിന്റെ വീടിൻ്റെ മുകളിൽ അത് വേണ്ട. നിന്റെ വീടിൻ്റെ മുകളിൽ ഒരു ചിറക് വിരിച്ചു നിൽക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ 91 സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്നറിയോ? 91 സങ്കീർത്തനം എടുക്കുക. സ്തോത്രം എടുത്തേച്ച് അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുക. സ്തോത്രം പെട്ടെന്ന് വായിക്കുക, ഭാഗത്തുനിന്ന് പോകണം. ദൈവത്തിന്റെ സ്തോത്രം. 91 സങ്കീർത്തനം 1-ാം വാക്യം. അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ പറയുക. ഞാൻ എവിടാ നിൽക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇല്ല, ഞാൻ ഒരുവന്റെ നിഴലിന്റെ കീഴിലാ. മിണ്ടുന്നില്ല. ഞാൻ ഒരുവന്റെ, ഒന്ന് പറഞ്ഞേ, അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ഞാൻ എൻ്റെ ദൈവത്തിന്റെ നിഴലിന്റെ കീഴിലാന്ന് പറ. നിഴലെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ? നിന്റെ അടുക്കൽ നിപ്പുണ്ട് ദൈവം, അവൻ്റെ നിഴലാ നിന്റെ മേലെ. അതുകൊണ്ട് അവൻ പറയാ, എനിക്ക് രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്ന മഹാമാരികളും ഉച്ചകളിൽ നശിപ്പിക്കുന്ന സംഹാരത്തെ എനിക്ക് പേടിയില്ല. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ ഒരുവന്റെ നിഴലിലാണ്. സ്തോത്രം ചെയ്യാവുന്നവരെ ചെയ്യാവൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇച്ചിരൂടെ ശ്രദ്ധയോടിരുന്ന ഈ ദൂതിൻ്റെ പ്രധാന ഭാഗത്തേട്ട് വരട്ടെ. ഇതെല്ലാം വിവരിച്ചുകൊണ്ട് വരുന്നത് എന്താ? നിന്റെ വീടിനെ മൂടുന്ന അന്ധകാര മേഖല. ഇന്നത്തെ ആരാധന അഴിയണം. ഒരു രോഗം മാറുമ്പോൾ അടുത്ത രോഗം. ഇന്ന് വയറുവേദന, നാളെ കണ്ണുവേദന, മറ്റേനാൾ തലവേദന, പിറ്റേന്ന് ചെവിക്ക് വേദന, പിറ്റേന്ന് മോക്ക് പ്രശ്നം, മരുമൊഴി പ്രശ്നം. രോഗം ഒഴിഞ്ഞിട്ടൊരു ജീവിതമില്ല. നിന്നെ മൂടുന്ന അന്ധകാരം ഇന്ന് കീറി. നമ്മൾ ഇനി ആ ഭാഗം പറഞ്ഞു നിന്നാൽ ആ ദൂത് അവിടെ തീരത്തിൽ. ഇനിയും കുറേ കാര്യം പറയാനുണ്ട്, അവിടെ വിടുക. സ്തോത്രം. മറിയയുടെ അടുക്ക ചെന്നേച്ച് പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ബാക്കി പറ, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഒരാമയും വരുന്നില്ല. അതുകൊണ്ട് സംഭവിക്കുന്ന എന്നാന്നറിയാമോ? സ്തോത്രം. ഒത്തിരി പേര് കൊതിച്ചിട്ട് നടക്കാത്തത് നിന്നിൽ നടക്കാൻ പോവാ. നിന്നിൽ ഉരുവാകുന്നതിന് പിമ്പിൽ രക്തബന്ധങ്ങളില്ല. എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു കാര്യം കൂടെ പറയുക. ചില പ്രവചന നിവർത്തിക്ക് വേണ്ടി നിന്നെ കണ്ടേക്കുക. ചില ദൂതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിന്നെ ദൈവം കണ്ടേക്കുക. ഇങ്ങനെയും ദൈവം ചെയ്യുമോ എന്ന് ചോദിക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ചില കാര്യം ചെയ്യാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നവരുണ്ട്? സ്തോത്രം. ഈ ദൂതെല്ലാം കിട്ടിയവൾ തുള്ളിച്ചാടുന്നൊരു ഭാഗമായി ഇവിടെ വായിച്ചത്. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധൻ തന്നെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 3 ദൂതി വാക്യത്തിലുണ്ട്. ഈ 3 ദൂതിനെ ഒന്ന് വിവരിച്ചുകൊണ്ട് വരാൻ പോവുക. 1, ശക്തനായ ദൈവം. 2, വലിയവ ചെയ്യുന്ന ദൈവം. 3, തലമുറ തലമുറയായി കരുണ തീർന്നു പോകാൻ അനുവദിക്കാത്ത ദൈവം. ജീസസ്. ഞാൻ ഒരു കാര്യം തുടക്കത്തിലേ പറയാം. ചിലരോടൊക്കെ ദൈവം ഇന്ന് കരുണ കാണിക്കും. ചിലർക്ക് വേണ്ടി ചില വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. നിന്റെ കുടുംബത്തിൽ ആർക്കു വേണ്ടി നടക്കാത്ത ചില കാര്യം ഇന്ന് പ്രയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി യേശു ചെയ്യട്ടെ. ഇങ്ങനെയും ദൈവം ചെയ്യുമോ എന്ന് മറ്റുള്ളവർക്ക് ചോദ്യചിഹ്നമാ. ദൈവത്തിന് സദാ. അപ്പം നമ്മുടെ ദൈവം ശക്തനായ ദൈവം. വാക്ക് ശക്തനായവൻ എനിക്ക്. ഞാൻ പണ്ടൊരിക്കൽ പ്രസംഗിച്ചപ്പം ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് 3 കാര്യം പറഞ്ഞാന്നു. 1, ദൈവം ശക്തനാണ്. 2, ദൈവം സർവശക്തനാണ്. 3, ദൈവം മഹാശക്തിമാനാണ്. ദൈവം ശക്തനാണ്, ദൈവം സർവശക്തനാണ്, ദൈവം മഹാശക്തിമാനാണ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്ത് പറയാം, ദൈവം ശക്തനാണ്. ഒന്നുകൂടെ പറ, ദൈവം സർവശക്തനാണ്. 3, ദൈവം മഹാശക്തനാണ്. നീ കൊണ്ടുവന്ന വലിയ വിഷയത്തിനകത്ത് ദൈവം സംസാരിക്കാൻ, ഞാൻ ശക്തനാ, എൻ്റെ പേര് സർവശക്തനാ, ഞാൻ മഹാശക്തനാ. നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യം ശക്തനായ ദൈവം, സർവശക്തനായ ദൈവം, മഹാശക്തിമാനായ ദൈവം ഇന്ന് പ്രവർത്തിക്കാൻ പോവുക. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? രണ്ടാമത്തെ ആ പദം ഞാൻ എടുക്കുന്നില്ല. ദൈവം ശക്തനാണെന്ന് തെളിയിച്ചാൽ മണിക്കൂറുകൾ വേണം. 2ാമത്തെ ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ വലിയവ ചെയ്യുന്ന ദൈവമാണ്. എല്ലാവരും നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞ ദൈവം വലിയവ ചെയ്യാൻ പോവാ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇവിടെ ലക്ഷക്കണക്കിന് പ്രാർത്ഥനാ വിഷയം ഇരിപ്പുണ്ട്. ആ വിഷയത്തിൽ ദൈവം വലിയവ ചെയ്യാൻ പോവാ. നിനക്ക് വേണ്ടി മാത്രം.
നിന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം, നിന്റെ തലമുറയ്ക്ക് വേണ്ടി മാത്രം എൻ്റെ യേശു വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. അമ്മ, ഈ വർഷം തീരുന്നതിന് മുമ്പ് നീ ഒരു വാർത്ത കേൾക്കും. ആ വാർത്ത ഇതായിരിക്കും: ദൈവം എനിക്ക് വേണ്ടി. യോബിൻ്റെ പുസ്തകത്തിൽ സുന്ദരമായൊരു വാക്യമുണ്ട്, അതൊന്ന് വായിക്കും. 9-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം വാക്യം. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും വൻകാര്യങ്ങളും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. ചിന്തിക്കാൻ വയ്യാത്ത അത്ഭുതങ്ങൾ നടക്കാൻ പോവാ. ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങൾ. ഒന്നുകൂടെ അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ചാൽ വൻകാര്യങ്ങൾ നടക്കുമെന്ന് പറ. ഓ ഹല്ലേലൂയ. നിന്നെ കഴിഞ്ഞ രാത്രി കരയിപ്പിച്ച വിഷയത്തിനകത്ത് ഒരു വൻകാര്യം നടക്കാൻ പോവാ. കഴിഞ്ഞ 3-4 മാസമായിട്ട് നിന്റെ ലൈഫിനെ കുഴച്ച വിഷയത്തിനകത്ത് ചിലരെ തൊട്ട് ദൈവം സംസാരിക്കുക. ദൈവം ഒരു വൻകാര്യം. 126-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കാം. സ്തോത്രം. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ചിലരെ ദൈവം തൊട്ട് പറയുക. മറ്റു പലരെ മാറ്റി നിർത്തിയിട്ട് യഹോവ നിന്നിൽ ചില വൻകാര്യങ്ങൾ ചെയ്യാൻ പോവാ. സ്തോത്രം. അവര് ഇവിടെ ബാബേൽ പ്രവാസത്തിൽ അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ജനം ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ച് സന്തോഷിക്കുന്ന സന്തോഷമാണ്. ഞാൻ ഒരു വെളിപ്പാട് ഈ വാക്യത്തിൽ നിന്നോട് പറയാം. സ്തോത്രം. ആരും സന്തോഷിക്കാത്തതുപോലെ നീ സന്തോഷിക്കുന്ന ചില ദിവസങ്ങൾ വരുന്നുണ്ട്. നീ കരഞ്ഞപ്പോൾ ചിലർ ചിരിച്ചിട്ടുണ്ട്, പക്ഷെ താമസിക്കാതെ നീ ചിരിക്കുമ്പോൾ വേറെ ചിലർ കരയും. മനസ്സിലായില്ല? ജീസസ്, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ജീസസ്, നീ കരഞ്ഞപ്പോൾ ചിലർ നിന്റെ അപ്പുറത്തെ വീട്ടിൽ ചിരിച്ചു, പക്ഷെ ഇപ്പൊ ഇനി നീ ചിരിക്കാൻ പോവാ. നിന്റെ വിലാപം നൃത്തമാകാൻ പോവാ. നീ ഇവിടെ ചിരിക്കുമ്പോൾ ഈ 137-ാം സങ്കീർത്തനത്തിലെ അവര് ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴേ, സ്തോത്രം, അവർ ബാബേൽ നദിയുടെ തീരത്തിരിക്കുക. 1-ാമത്തെ വാക്യം. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. ഞങ്ങളിപ്പം ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഞങ്ങളിപ്പോ എവിടെ ഇരിക്കുക? ബാബേൽ നദിയുടെ തീരത്തിരിക്കുക. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഞങ്ങൾ എന്തോ ചെയ്തു? കരഞ്ഞു. അതിന്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കി. ഞങ്ങൾ കൈപിടിച്ച് വായിച്ചുകൊണ്ടിരുന്ന കിന്നരം ഇപ്പൊ ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല. അത് അലരി വൃക്ഷത്തെ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുക? ഇങ്ങനെ കെട്ടി തൂക്കി ഇട്ടേക്കുക. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ, ഞങ്ങളെ ബന്ധിച്ചോണ്ട് വന്നവര് സിയോൻ ഗീതങ്ങളിൽ ഒന്ന് അവരോട് പറയാ, നിങ്ങൾ സ്തോത്രം, അലവൃക്ഷത്തെ തൂക്കിയിട്ടേക്കുന്ന കിന്നരമൊക്കെ എടുത്തേച്ച് ആ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടാൻ പറഞ്ഞു. സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിനെന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങളെ പീഡിപ്പിച്ചവർ ചോദിച്ചു, നിന്റെ സന്തോഷവും പാട്ടും വീണയൊക്കെ എവിടെ പോയടാന്ന് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് എങ്ങനെ പാടും? യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. ഞാൻ പറയാ, ദൈവത്തിന് സ്തോത്രം. അവര് ചോദിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ എങ്ങനെ ഈ ഗീതം അന്യദേശത്ത് പാടും? ഇനി ഞങ്ങൾക്ക് പാടാൻ പറ്റുകയില്ല, ഞങ്ങൾ ബന്ധിക്കപ്പെട്ടു പോയി, ഞങ്ങളുടെ പാട്ട് നിന്നുപോയെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 126-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിലോട്ട് തിരിച്ചു വരാം. എന്നിട്ട് അവിടെ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ അവര് പറയാണ്, ഒരിക്കലും നടക്കാത്തൊരു കാര്യം ഞങ്ങളുടെ ലൈഫിൽ നടന്നു, ഇപ്പൊ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാ സ്വപ്നം കാണുക എന്ന് പറഞ്ഞു. എത്ര പേർക്ക് ആമീൻ പറയുന്നുണ്ട്? നിന്നെ ഒത്തിരി കരയിപ്പിച്ച വിഷയത്തിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റാതെ സ്വപ്നം കാണുന്നവനെ പോലെ ആ വിഷയത്തിന്റെ വിടുതല് നീ പറയാൻ പോവുക. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്തെന്ന്. കുനിഞ്ഞിരുന്ന് കരഞ്ഞത് മതി, നിന്ന കേട്ടത് മതി, അപമാനം കേട്ടത് മതി. യഹോവ നീ സ്വപ്നം കാണുന്നവനെ പോലെ. ഈ നമ്മുടെ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് കഴിയുമ്പോൾ യഥാർത്ഥമായിട്ട് ആ ദൈവവൈദ്യന്റെ ജീവിതം സത്യത്തിൽ സ്വപ്നം കാണുന്ന പോലെ. പത്രോസിനെ ഏതാണ്ട് ഇരുമ്പഴിക്കകത്ത് പൂട്ടിയിട്ടേക്കുക. സ്തോത്രം. സ്ട്രോങ് കാവല. കാര്യം മുമ്പുള്ള അധ്യായങ്ങളിൽ അപ്പോസ്തലന്മാരെ പൂട്ടിയിടും, രാവിലെ അവർ പള്ളി പ്രസംഗിക്കും. ഇവർ ചെന്ന് നോക്കുമ്പം പൂട്ടിയിട്ടേക്കുന്ന ജയിൽ അതുപോലെ താഴിട്ടേക്കുക.
അപ്പൊ അതുകൊണ്ട് രാജാവ് ഓർഡർ ഇട്ടു, ഇവനെ സൂക്ഷിച്ചോണം. ആരാണ്ടൊക്കെ വന്ന് രാത്രി പൂട്ട് തുറക്കും. അതുകൊണ്ട് ഇവരെല്ലാം സൂക്ഷ്മതയോടെ നിൽക്കുക. പക്ഷെ രാത്രി ദൂതൻ വന്ന് പത്രോസിനെ തട്ടി ഉണർത്തി. രാജാവ് കെട്ടിയ ചങ്ങല ദൂതന്റെ ഒറ്റ തട്ടിപ്പൊട്ടു. മിണ്ടുന്നില്ല. ആര് കെട്ടിയ ബന്ധനവും ദൂതന്മാരിറങ്ങി തൊട്ടാൽ ചങ്ങല തന്നെ പൊട്ടും. ഓ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിന്നെ ഒന്ന് തൊട്ടാൽ, നിന്നെ എവിടെ ബന്ധിച്ചിട്ടാലും ആ യേശുവേ, യേശുവേ, 10 വർഷം നിന്നെ കൊഴപ്പിച്ച വിഷയത്തിന്റെ ചങ്ങല ഇന്ന് ഈ ആരാധനയ്ക്ക് നടുവിൽ ദൂതൻ തൊട്ടു, ചങ്ങല പൊട്ടി. നിങ്ങളിപ്പോൾ മനസ്സിൽ പറഞ്ഞില്ലയോ, കർത്താവേ ആ ചങ്ങല പൊട്ടണേ, പൊട്ടും, ആ ചങ്ങല പൊട്ടും. ദൂതൻ തൊട്ടു, ചങ്ങല പൊട്ടി. പത്രോസ് എഴുന്നേറ്റു. ദൈവം പറഞ്ഞു, വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ. 1-ാം കാവല് കടന്നു, 2-ാം കാവല് കടന്നു, പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിൽ. പത്രോസ് ചോദിക്കുക, ഇങ്ങനെ തുറക്കുവോ? അങ്ങോട്ട് കയറ്റിയപ്പോ ഇനി ഇറക്കത്തില്ലെന്നാ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, നീ ഇറങ്ങിപ്പോരെ, നിന്നെ ഉള്ളിൽ കയറ്റി ഒതുക്കാൻ ചിലർ നോക്കുന്നുണ്ട്. ദൈവം പറയും, അവിടെ കിടക്കത്തില്ല, പുറത്തു പോരെ. 1-ാം കാവല് കടന്നു, 2-ാം കാവല് കടന്നു, ഇരുമ്പ് വാതിൽ സ്വതവേ. ഒരാമയും വരുന്നില്ല. 2 ആനകളാ പട്ടണവാതിൽ അടയ്ക്കുന്നേ. ഇവിടെ തുറക്കാൻ ആന വേണ്ട. ആന അടച്ച വാതിൽ തുറക്കാൻ ആന വേണ്ട. ദൈവത്തിന്റെ വാക്കുമതി. ഓ, തുറന്നു. പത്രോസ് പറയുക, പത്രോസ് തലക്കടിക്കുക, സുബോധമില്ല. ഞാൻ എവിടാ? അയ്യോ, ഇന്നലെ രാത്രി ജയിലിൽ, ഇന്ന് രാവിലെ പട്ടണത്തിൽ. എനിക്ക് എന്താ സമയം? സ്വപ്നം കാണുക. ഞാനിവിടെ ഒരു ദൂത് പറയുക. ചില കാര്യത്തിന്റെ വിഷയത്തിന്റെ വിടുതലിന് നീ സ്വപ്നം കാണാൻ പോവുക. ഞാനൊരു ദൂത് പറയാം. നിന്റെ വീട്ടിൽ ആർക്കും നടക്കാത്തൊരത്ഭുതം നിനക്ക് യേശു ചെയ്യാൻ പോവാ. ഈ കടബാധ്യത നിന്റെ അവസാനമല്ല, ഈ രോഗം നിന്റെ അവസാനമല്ല. ദൈവത്തിന് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നിന്റെ രക്തബന്ധങ്ങളുടെ നടുവിൽ ദൈവത്തിന് തെളിയിക്കണം. ശ്രദ്ധിച്ച ഇച്ചൂടെ ഗഹനായിട്ട് വാം. ഓ, അവര് പറയുക, ഞങ്ങൾ അന്നേരം എന്തുവായിരുന്നു? സ്വപ്നം കാണുന്നവരെ പോലെ. ചിലക്ക് പറഞ്ഞു, അയ്യോ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ല. കർത്താവ് ചെയ്താ, അടുത്തിരിക്കുന്ന ദൈവം ചെയ്താൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയെന്ന് പറ. ഓ, ഇനി ഒരു കുതൂഹലം പറയാം. നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം ദൈവം ചെയ്യുമെന്ന് നിനക്കൊന്ന് വിശ്വസിക്കാവോ? ഓ ജീസസ്, ജീസസ്. നിന്റെ രക്തബന്ധങ്ങളുടെ നടുവിൽ നീ കൈ ഉയർത്തി സ്തോത്രം പറയുമ്പോൾ ചിലർ കളിയാക്കുന്നെങ്കിലും നീ പറയുന്ന സ്തോത്രത്തിന്റെ വില നിനക്കറിയാം. എൻ്റെ ചിന്ത, എൻ്റെ കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്തോത്രം പറയുന്ന ആൾ ഞാനാ. അതിൻ്റെ കാരണമുണ്ട്. ഞാൻ ഇപ്പോഴും ഒരു സ്വപ്നത്തിലാണ്. എന്തുവാ നടക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരാമയും വരുന്നില്ല. ഇതുപോലെ ചിലതിനകത്ത് ഇരിപ്പുണ്ട്. നിന്നെ കയറുകൊണ്ട് കെട്ടിമുറുക്കി ഒരു കട്ടിലെ കിടത്തി വെള്ളമെന്ന് ചോദിപ്പിക്കാൻ സാത്താൻ പദ്ധതി ഇട്ടെങ്കിൽ ഇന്ന് ദൈവം പറയുക, ആ കെട്ടഴി എഴുതിയിട്ടോ. ചില കാര്യത്തിൽ നീ സ്വപ്നം കാണുന്നവനെ പോലാവും. ഞാൻ വചന വെളിപ്പാടാ പറയുന്നേ. കാരണം ദൈവം നിനക്ക് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. ഒരു പ്രവാചകന്റെ ഭാര്യ പറയുക, അതേണ്ട കർത്താവിനെ വിളിക്കാൻ ഇറങ്ങി, എൻ്റെ കുടുംബത്തിൽ കടക്കാർ കയറി ഇറങ്ങുക. എടി പെങ്കൊച്ചൊന്നും മിണ്ടാതിരി. കടക്കാർ കയറിയത് എന്തിനാ? ആരുടെ വീട്ടിൽ നടക്കാത്ത കാര്യം നിന്റെ വീട്ടിൽ നടത്താൻ ദൈവം തീരുമാനിച്ചു. ഇയ്യോബ് ഉണ്ടായിരുന്നേ. ഇപ്പൊ വിളിച്ചു വരുത്തി വെച്ച് നമുക്ക് ചോദിക്കാം, 7000 ആടിന്റെ തൊഴുത്ത് വേണോ, 14,000 ആടിന്റെ തൊഴുത്ത് വേണോ? 500 കാള വേണോ, 1000 കാള വേണോ? മിണ്ടുന്നില്ല. 500 പെൺകഴുത വേണോ, 1000 പെൺകഴുത വേണോ? ദാസിദാസുമാർ ഇത് വേണോ, ഡബിള് വേണോ? ഡബിള് വേണം. എന്നാൽ നിന്നെ സാത്താൻ കയറി ഒന്ന് പാറ്റി. നീ എന്താ പറയുമെന്ന് അറിയണ്ടേ? ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനോട് പിണങ്ങി. ഇപ്പം സ്കൈലൈനിൽ താമസിക്കുക, മാറി 103-ാമത്തെ മുറി. നിങ്ങൾ എന്നെ നോക്കണം. പുള്ളി കാര്യം ചൊറിഞ്ഞോണ്ടിരിക്കുക. പുള്ളിയോട് ചോദിച്ചു, ഭാര്യ പോയല്ലോ, പോയി. പിള്ളേര് പോയല്ലോ, പോയി. സമ്പത്ത് പോയല്ലോ, പിന്നെന്തോ ഇതിനാ ഇരിക്കുന്നേ? പറഞ്ഞു, ദേ ഞാൻ പറയുന്ന എഴുതാവോ? ഞാൻ പറയുന്ന എഴുതാവോ? പുള്ളി പറഞ്ഞു, എഴുതാവല്ലോ. പേപ്പർ എടുത്തു. പേപ്പർ പോരാ, ഇരുമ്പെഴുത്താണി വേണം.
എവിടെ അല്ല, പാറയിൽ എഴുതണം. എങ്ങനെ എഴുതണം? ഓടിപ്പോകുന്നവൻ വായിക്കത്തക്കവണ്ണം എഴുതണം. എന്ന് പറഞ്ഞാൽ തിരുവല്ലാക്കൂടെ ഒരുത്തൻ ഇങ്ങനെ ഓടിയാൽ അവൻ വായിക്കണം. എന്തുവാ വായിക്കണ്ടേ? എന്നെ വീണ്ടെടുക്കുന്നവൻ യേശുവിന്റെ നാമത്തില് എനിക്കറിയാം. ഈ ദൂത് തീരുന്നതിന് മുമ്പ് ചില പൊളിച്ചുപണി നടക്കാൻ പോവുക. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി നിന്റെ വീടിനകത്ത് വെളിപ്പെട്ട് കൈവിട്ട്. എവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ഞാൻ നിനക്ക് 1000 ഇരട്ടി. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയാക്കി. യോബ് പറയാ ഇരട്ടി. വേറൊരു കഥ അഭിഷക്തം പറയുക, ഇരട്ടി അല്ല, 1000 ഇരട്ടി. വിശ്വാസം കൊണ്ട് ഒരു സ്തോത്രം ചെയ്യ്. നീ സ്വപ്നം കാണുന്നവനെ പോലാകുക. നിന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നേ? എൻ്റെ ലൈഫിൽ എന്താ ഇങ്ങനെ? വിട്ടുതിരിയാത്ത വെളിപ്പാട് ഇതിനകത്ത് വ്യാപരിക്കുക. നിന്റെ രോഗബന്ധനം അഴിയും, നിന്റെ ശാപബന്ധനം അഴിയും, നിന്റെ ആഭിചാരം അഴിയും, നിന്റെ മന്ത്രവാദം അഴിയും, നിന്റെ പൂജാശക്തി അഴിയും. സ്തോത്രം. എത്ര പേര് മനസ്സിൽ പറയുന്നുണ്ട് വൻ കാര്യങ്ങൾ നടക്കാൻ പോവാ? വചനം പ്രസംഗിക്കുമ്പോൾ വചനം വാഗൊണ്ട് പറയണം. നടന്നു പറയണം. ഞാനായിരുന്നു ഇപ്പോൾ ഇരുന്നോണ്ട് പറഞ്ഞു, വൻ കാര്യങ്ങൾ നടക്കാൻ പോവാ. എൻ്റെ കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള ഭാവിക്കെതിരെ വൻ കാര്യങ്ങൾ നടക്കാൻ പോവാ. എൻ്റെ പ്രോപ്പർട്ടിയെ ശത്രു ചവിട്ടി പിടിച്ചേക്കാം, പക്ഷേ വൻ കാര്യങ്ങൾ നടക്കും. എൻ്റെ മിനിസ്ട്രിക്ക് മുമ്പിൽ വൻ കാര്യങ്ങൾ നടക്കും. ദൂത് പറഞ്ഞ് സ്വീകരിച്ച വൻ കാര്യങ്ങൾ. യേശുവിൻ്റെ നാമത്തിൽ അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, അമ്മ നോക്കിയാൽ മതി, തൊണ്ടണ്ട പറ, വൻ കാര്യം നടക്കാൻ പോവാ. വിരളിയുണ്ടി പറ, വൻ കാര്യങ്ങൾ നടക്കാൻ പോവാ യേശുവിൻ്റെ നാമത്തിൽ. നീ ഏതു വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കടപ്പെട്ടോ, ആ വിഷയത്തിൽ യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും. പോലെ അന്ന് ഞങ്ങളുടെ വായിൽ. അടുത്തിരിക്കുന്ന നോക്കി വെച്ചോടെ, ഉടനെ നിനക്കൊരു ചിരിക്കുള്ള വക. എന്നിട്ട് പോലും നിങ്ങളൊന്നും ചിരിക്കുന്നില്ല. ചിരിച്ചാൽ കരയുമെന്നാ ചിലരെ മനസ്സിൽ കിടക്കുന്നത്. എൻ്റെ പൊന്നു ഭാഷ, ഇന്നലെ അങ്ങ് ചിരിക്കുകയും ചെയ്തു, വൈകിട്ട് കരയാനുള്ള വകയുണ്ടായി. അവിടെ മിണ്ടുന്നില്ല. അങ്ങനല്ല, ഒന്ന് സന്തോഷിച്ചേ. സ്തോത്രം. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും. ഒരാമയും വരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. നിന്നെ ചിലർ അമ്മ ഒതുക്കിയിട്ടച്ച് മാറിയിരുന്ന് നോക്കുന്നുണ്ട്. അവരെ കാണുക, നിന്റെ വായിൽ ചിരി വരണം. നിനക്ക് ചിരിക്കാനുള്ള വക. യേശുവിൻ്റെ നാമത്തിൽ അന്ന് ഞങ്ങളുടെ വായിൽ ചിരി. ആരാധിക്കുന്ന ചിലരോട് പറയുക, 2023 തീരുന്നതിന് മുമ്പ് നിനക്ക് സന്തോഷിക്കാനുള്ള വക, നിന്റെ വായിൽ ചിരി വരാൻ. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും. ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. ഞങ്ങളുടെ വായിൽ എന്തോ ചെയ്യുന്നു? ആർപ്പ്. നിനക്ക് ഈ ദിവസങ്ങളിൽ നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കുമ്പോൾ നിനക്ക് ആർത്ത് സ്തുതിക്കാനുള്ള വകയുണ്ടാവുന്നുണ്ട്. ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു വീട്ടിൽ നടക്കാത്ത കാര്യം നിന്റെ വീട്ടിൽ നടക്കട്ടെ. നിന്റെ വീടൊരു വിരുന്നു വീടാകട്ടെ. നിന്റെ മേൽ സാത്താൻ അടിച്ചു കെട്ടിയ മുദ്രകൾ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. അമ്മി, ഈ വാക്യം കാണാതെ പഠിക്കാം. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും. ബാക്കി പറ. നാവിന്മേൽ ആർപ്പും. അമ്മി, സ്തോത്രം. ശ്രദ്ധിച്ചേ. എൻ്റെ വായിൽ ചിരിയും, എൻ്റെ നാവിന്മേൽ ആർപ്പും. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, എൻ്റെ വായിൽ ചിരിയും, എൻ്റെ നാവിന്മേൽ. ഇന്നലകളിൽ നിന്നെ ബന്ധിച്ചിട്ട് നിന്റെ കിന്നരം തൂക്കിയിട്ടപ്പം ശത്രു പറഞ്ഞു, ഇവിടെ ഒന്ന് പാടാ പാട്ട്. നീ പാടത്തില്ലെന്ന് അവൻ അറിയാം. ആര് നിന്നോട് പാട്ട് ചോദിച്ചോ അവൻ്റെ മുമ്പിൽ നീ ചിരിച്ചോണ്ട് പാടും.